യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നുവെച്ചാ നിസാര രൂപയുടെ മുതലാണോ? വസന്തന് എന്ത് തോന്നുന്നു? അഖില സ്നേഹമായിരിക്കും അതെടുത്തിട്ടുണ്ടാവാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ നിന്നോട് മറ്റൊരു കാര്യം ചോദിക്കട്ടെ? എന്താ വസന്തേട്ടാ? ഏതോ ഒരു പൊട്ടബുദ്ധിക്ക് നീ അത് എടുത്തിട്ടില്ലല്ലോ, ഉറപ്പല്ലേ? വസന്തേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നിന്റെ സ്വഭാവത്തെ പറ്റി എനിക്കത്ര മതിപ്പ് പോരാത്തോണ്ടല്ലേ മധു. നീ ക്ഷമിക്കേ. ഞാൻ അതെടുത്തെങ്കി ആരാ ആഭരണപ്പെട്ടിയിലും മുക്കുവണ്ടം കൊണ്ടുവച്ചത്? അത് ശരിയാണല്ലോ. ഇതിന്റെ ഇടയിൽ അങ്ങനെ ഒരു കുരുക്കുണ്ടല്ലേ? എവിടെയോ എന്തോ കുഴപ്പമുണ്ടല്ലേ വസന്തേട്ടാ? ഉറപ്പായിട്ടും മധു. അമ്മയുടെ മുറിയിൽ കയറി സ്വർണം എടുത്ത് അതിന്റെ പകർപ്പുണ്ടാക്കി സ്നേഹയുടെ വീട്ടിൽ കൊണ്ട് വയ്ക്കണമെങ്കിൽ അസാമാന്യമായ ക്രിമിനൽ മനസ്സുള്ള ഒരാൾക്കേ അത് സാധ്യമാവും. നീ പൊട്ടിയും കുശുംബിയൊക്കെ ആണെങ്കിലും അത്രയും ക്രിമിനൽ അല്ല. നിങ്ങൾ അതും എനിക്കിട്ട് കുത്താൻ നോക്കണ്ട കാര്യം പറ. അഖിലും സ്നേഹയും അതിന് കൂട്ടിയാ കൂടുന്നവരല്ല. അഥവാ ചെയ്താൽ തന്നെ പിന്നീട് ഇവിടെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ മുക്കുവണ്ട സൂക്ഷിക്കില്ല. സൂക്ഷിച്ചാ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതിങ്ങോട്ട് കൊണ്ടുവരികയില്ല. പിന്നെ ആരാ? ഇത്തരം ധാരാളം കേസുകളുമായിട്ട് പരിചയവും അടുത്തറിഞ്ഞിട്ടുള്ളതും പിന്നെ ഈ വീട്ടിൽ അർജുനാണ്. അവന് അതിനോട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് പൂജയ്ക്ക് അത് മുഴുവൻ കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞപ്പോ വാങ്ങിയാ മതിയായിരുന്നല്ലോ. അതെ, അതുകൊണ്ട് അവനാവില്ല. പിന്നെ അവനോടൊപ്പം ജീവിക്കുന്ന അവന്റെ കേസുകളുടെ സ്വഭാവത്തിൽ നിന്ന് ക്രിമിനൽ മനസ്സിന്റെ സ്വഭാവം പഠിച്ച ഒരാൾ. പൂജ അത് ചെയ്യൂ? പഴയ പൂജ അത് ചെയ്യില്ല. പക്ഷേ അപകടം കഴിഞ്ഞ് തിരിച്ചു വന്ന പൂജ അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അവളാണത് ചെയ്തതെങ്കിൽ ശരിക്കുമുള്ള സ്വർണം